എത്രയും പെട്ടെന്ന് നിഗമനിയുടെ അടുത്ത് എത്തിച്ചേർന്നേ പറ്റുള്ളൂ. പോകാനാ പറഞ്ഞത്. ഞാനൊരു ധ്യാനത്തിലാണ്. 3 ദിവസം കഴിയും ഞാൻ ഇവിടെ എഴുന്നേൽക്കാൻ. പോവാനാ പറഞ്ഞത്. ആര് തിരിച്ചു വന്നു? അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ഞാൻ തിരിച്ചു പോവാ. ഞാൻ ജീവനോടുണ്ടെങ്കിൽ ഇനിയും കാണാം. ഇങ്ങോട്ട് വരാനാ പറഞ്ഞേ. നീ അവസാനം എന്നെ ഇങ്ങോട്ട് വരുത്തിച്ചല്ലോ. അവൾ എന്നെ കൊല്ലാൻ നോക്കി. ഞാനിനി ജീവനോടുണ്ടാവോന്ന് അറിയില്ല. എനിക്ക് പേടിയാവുന്നു. എന്താ സംഭവിച്ചതെന്ന് തെളിച്ചു പറയാൻ. ഞാൻ പറയാം, ഞാനെല്ലാം പറയാം. ഞാൻ ഇന്നലെ രാത്രി കിടന്നതായിരുന്നു. പെട്ടെന്ന് ശബ്ദം കേട്ട ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോ അവൾ എന്റെ മുന്നിൽ നിൽക്കുന്നു. അവളൊരു ആത്മാവാണെങ്കിൽ പിന്നെ നീ എങ്ങനെ ഇപ്പോഴും ജീവനോട് ഇരിക്കുന്നത്? അവളുടെ മാല കണ്ടപ്പോ പേടിച്ചു പോയി. അവൾക്ക് എന്നെ തൊടാൻ പറ്റിയില്ല. അപ്പൊ അവള് രക്ഷപ്പെട്ടു. അപ്പൊ അവൾക്ക് അത് ഫലിച്ചു. എന്നെ നീ രക്ഷിക്കണം. എനിക്ക് ഞാൻ എന്ത് വേണമെങ്കിലും തരാം. അവളെ കൊന്നു കുഴിച്ചു മൂടിയ പോലെ ഒരിക്കൽ കൂടി നമുക്ക് അവളെ ഇല്ലാതാക്കണം. അവളിപ്പോൾ പഴയ പോലെയല്ല. അവൾക്കിപ്പോ ഒരുപാട് ശക്തികളുണ്ട്. അതിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിയുമോ എന്നറിയില്ല. എന്ത് ചെയ്തിട്ടായാലും കുഴപ്പമില്ല. അവളെ ഇല്ലാതാക്കണം. അവൾ ഈ ഭൂമിയിൽ ഉണ്ടാവാൻ പാടില്ല. ഈ നിഗംബരി ജീവനോടുള്ളിടത്തോളം കാലം അവൾക്ക് ആരെയും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ വരുന്നുണ്ടടി. എനിക്കെന്താ അവളൊന്നും ചെയ്യാൻ കഴിയാതിരുന്നത്? ഇത്രയും കാലം ആ ദുഷ്ടന്മാരിവിടെ ജീവിച്ചു. ഇനി ഇവർക്ക് ഇവിടെ ജീവിക്കാനുള്ള അവകാശമില്ല. മോള് വാ, എന്തേലും വന്ന് കഴിക്ക്. എനിക്കൊന്നും വേണ്ട അമ്മേ. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ശരിയാവില്ല. വാ, എന്തെങ്കിലും വന്ന് കഴിക്ക്. ശരി. എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നേ? ഇനി ഇവളും പ്രേതാണോ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ദൈവമേ. ഓ, ഈ പ്രേതങ്ങളെ കൊട്ടാരത്തിൽ നിന്ന് എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണേ. സമാധാനിക്ക്, ഞാനൊന്ന് ആലോചിക്കട്ടെ. രാത്രി അവൻ ഇനി അധികം സമയമൊന്നുമില്ല. അവൾ ഉറപ്പ് രാത്രി അവൾ വരും. അവൾ എന്നെ കൊല്ലും. നീ ഒന്ന് വേഗം ആലോചിച്ച് എന്തെങ്കിലും ഒന്ന് പറയും. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നിന്റെ ഈ കഴുത്തിൽ മാന്ത്രികമാല ഉള്ളിടത്തോളം കാലം അവൾക്ക് നിന്നെ തൊടാൻ കഴിയില്ല. അവൾ അതിനുള്ള എന്തെങ്കിലും പ്രതിവിധി നോക്കിയിട്ടായിരിക്കും വരുന്നത്. നീ എന്നെ ഒന്ന് രക്ഷിക്കേ. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞാനുള്ളപ്പോൾ നിനക്കൊന്നും സംഭവിക്കില്ല. അടുത്തതേ എന്നെ കൊന്നു കഴിഞ്ഞാൽ അടുത്തത് അവൾ കൊല്ലും നിന്നെയാ. നീയോ അതിന് എല്ലാത്തിനും ഉത്തരവാദിയായിരുന്നല്ലോ. ഞാൻ ഒറ്റയ്ക്കൊന്നല്ലല്ലോ. പഴയതൊന്ന് പറഞ്ഞ് ഇപ്പൊ അടിയുണ്ടാക്കാനുള്ള സമയമല്ല. നമുക്ക് എങ്ങനെയെങ്കിലും അവളെ തടയണം. ഇന്ന് രാത്രി ആയിക്കോട്ടെ. ചിലതൊക്കെ ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ നിന്നെ വെറുതെ വിടില്ലടി. നിൽക്കു മകളെ. നീ പറയുന്നത് കേൾക്കൂ. നീ ഇപ്പൊ അങ്ങോട്ട് പോകരുത്. അപകടമാണ്. നോക്കൂ കുട്ടി, എനിക്കെല്ലാം വരാം. ഇപ്പൊ നീ പോയാൽ നിന്റെ ജീവന് പോലും ആപത്താ. നീ അങ്ങോട്ട് പോകരുത്. വർഷങ്ങളായി അടക്കി വെച്ചിരിക്കുന്ന പകയാ. എന്നെ തടയാൻ ശ്രമിക്കരുത്. അത് നിനക്ക് നല്ലതിനാവില്ല. മോളെ പറയുന്ന കേക്ക്. എന്റെ ദൈവമേ, ഇനി എന്താ സംഭവിക്കാം? മോളെ നിനക്കുള്ള കെണിയൊക്കെ കാത്തിരിക്കുന്നുണ്ടവർ.
വെറുതെ വിടില്ല. ഞാൻ വരുന്നുണ്ടെടി. ഞാൻ പറഞ്ഞു തന്നാ മതി നിനക്ക് എന്താ സംഭവിക്കുന്നതെന്ന്. നീ വന്നു അല്ലേ? ഈ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരുന്നത്. ഞങ്ങളും അതിനു വേണ്ടി തന്നെയാടി കാത്തിരുന്നത്. നിന്നെയൊക്കെ ഞാൻ എടാ അതിങ്ങോട്ട് എടുക്ക്. നിനക്ക് എന്റെ കൈ കൊണ്ട് തന്നെ വീണ്ടും ചാവാനടി യോഗം. നിന്നെ ഞാൻ